നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഐശ്വര്യ പ്രത്യേകിച്ച് അങ്ങനെ മരുന്നുകളൊന്നും കഴിക്കാറില്ല. ഉണ്ടോ മാലി? ഇല്ല. ഒരുപക്ഷെ അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചിരുന്നു? അയ്യോ മോളെ, ദൈവമേ. മാഡം ദാ വരുന്നു മോളെ. അല്ല, അവർക്ക് എന്താ പറ്റിയത്? അമൃത മാഡവും മാലിനി മാഡം കൊണ്ടുവന്നുണ്ടോ? അത് മോളെ, പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക. ഓ, അല്ല, അവര് ഫിദ മാഡത്തിനെ ദ്രോഹിക്കാൻ നടക്കുന്ന സ്ത്രീയല്ലേ? ഫിദ മാഡത്തിനെ പോലെ നന്മയുള്ളവരെ ദ്രോഹിക്കുന്നവര് അനുഭവിക്കുക തന്നെ ചെയ്യും. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ആരും വേദനിക്കുന്നത് കണ്ട് നമ്മൾ സന്തോഷിക്കരുത്. വരുൺ, ഈ ഉടുപ്പ് കൊള്ളാവോ? ഇത് തനിക്ക് ചേരില്ല. ഇത് എനിക്കല്ല, ഇത് കുഞ്ഞുങ്ങളുടെ ഉടുപ്പല്ലേ. താൻ എന്തൊക്കെയാ ധരിക്കാന്നുള്ളത് എനിക്കറിയാവൂ. തമാശ പറയല്ലേ. ഞാനേ ഇത് ഓൺലൈനിൽ മേടിച്ചതാ. ഇനി കുറച്ചുകൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നാളെയും മറ്റന്നാളായിട്ട് വരും. ഓ, കുട്ടികൾക്ക് വല്ല ദാനധർമ്മം നടത്താൻ ഉദ്ദേശമുണ്ടോ? ഇത് വേറെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ല, എന്റെ കുഞ്ഞിനെ ഇടാനുള്ളതാ. ഓ, അത് ശരി. അതെ, നമ്മൾ തമ്മിൽ പേഴ്സണൽ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ താൻ ഗർഭിണിയായ വിവരമൊന്നും എനിക്കറിയില്ലായിരുന്നു. അല്ല, എങ്ങനെ ഗർഭിണിയായത്? ആരാ കുഞ്ഞിന്റെ തന്ത? വരുൺ, എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഞാനെന്താ മറ്റുള്ളവരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുവാണോ? ഞാൻ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചാ പറഞ്ഞത്. എനിക്കും വരുണും ജനിക്കാൻ പോകുന്ന കുഞ്ഞ്. ആഹാ, അപ്പൊ ഒരിക്കലും സംഭവിക്കാത്ത കഥ എഴുതാനുള്ള മൂഡിലാണ്.
സങ്കല്പങ്ങളൊക്കെ നടക്കട്ടെ. ഞാനേ എന്തായാലും പുറത്ത് കടന്നോളാം. പോലെ വരുൺ, ഉടുപ്പ് ഇഷ്ടമല്ലെങ്കിൽ ഞാനത് മാറ്റിയെടുക്കാം. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. തൽക്കാലം എനിക്ക് ഇതിനൊന്നും നേരമില്ല. നോക്കിക്കും, അവസാനം ഞാൻ വല്ല കടുങ്ങുകയും ചെയ്യും. ആ, ചെയ്യുന്നതിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പറ്റുമെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇവിടുന്ന് ആറ്റുവാശ്ശേരി പോയിട്ട് കടുക ചെയ്താൽ മതി. അല്ലാതെ വെറുതെ ഈ കേസ് അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ കണിമംഗലത്ത് കയറി ഇറങ്ങുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എന്ന് പറഞ്ഞ എന്നോട് ചത്തോളനല്ലേ പറഞ്ഞ? ആ, അതെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഒരു പണിയില്ലാതെ രാത്രി ഓരോ പരീക്ഷണങ്ങളായിട്ട് ഇറങ്ങിയിരിക്കുക. കഷ്ടം. എന്ത് ചെയ്താലും ഇഷ്ടപ്പെടില്ല. മോശം. എന്താ ഐശ്വര്യ, ഒട്ടും പറ്റുന്നില്ലേ? ഇതെന്തായി പറയുന്ന മാലിനി? അത് പിന്നെ ഡോക്ടറിനെ വിളിക്കാനാണെന്ന് തോന്നുന്നു. ടെസ്റ്റിന്റെ റിസൾട്ടുകൾ വന്നു. എന്തോ മാരകമായ ദ്രാവകം ഉള്ളിൽ ചെന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഉറപ്പിക്കണമെങ്കിൽ കുറച്ച് ടെസ്റ്റുകൾ കൂടി ചെയ്യേണ്ടി വരും. സർ, ഐശ്വര്യ പ്രത്യേകിച്ച് അങ്ങനെ മരുന്നുകളൊന്നും കഴിക്കാറില്ല. ഉണ്ടോ മാലിനി? ഇല്ല. ഒരുപക്ഷെ അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? മ്യൂസിക് സ്കൂളിൽ വെച്ച് ഒരു ജ്യൂസ് കുടിച്ചു. പക്ഷെ അതിൽ മറ്റൊരു പ്രശ്നം കാണാൻ സാധ്യതയില്ല. ജ്യൂസ് എടുത്തത് മാലിന്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.